എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് പേര് ഇതുപോലത്തെ ബോട്ടിൽ ആർട്ടൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമ്മൾ മെയിനായിട്ട് ന്യൂസ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ന്യൂസ് പേപ്പർ ആകുമ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ. അപ്പോൾ ന്യൂസ് പേപ്പർ ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ടാണ്. ഇപ്പോൾ അതൊരു 2 മണിക്കൂറൊക്കെ ആയപ്പോൾ ഇതൊന്ന് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിച്ചി ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കാം. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളിത് മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് പീസായി ഒരു സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ കൈവച്ച് തന്നെ വേണമെങ്കിൽ ചെയ്യാം. നന്നായിട്ടൊന്ന് ചെറിയ പീസാക്കി എടുത്താൽ മതി. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അത് അടിച്ചെടുത്തതാണിത്. ഇനി നമുക്കിതിലത്തെ വെള്ളം പിഴിഞ്ഞ് കളയാം. ഈ പിഴിഞ്ഞെടുത്തിട്ടുള്ള പേപ്പറിലേക്ക് നമുക്ക് കുറച്ച് ഫെവിക്കോളും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുപ്പിയിലൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ കുപ്പിയിൽ ലേശം ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പേപ്പർ പീസുകൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഫുള്ള് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് ആ ഒരു മിക്സ് നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ആക്കി കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ ആ ഒരു മിക്സിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ ഫെവിക്കോളിന് 1 ടീസ്പൂൺ വെള്ളം എന്നുള്ള രീതിക്കൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലും കുറച്ച് ആക്കി കൊടുക്കുന്നത് ഒട്ടാനായിട്ട് വളരെ നല്ലതാണ്. ഫുള്ള് ഒട്ടിച്ച ശേഷം ഞാനിപ്പോൾ ആ ഫെവിക്കോളും വെള്ളവും ചേർത്തിട്ടുള്ള മിക്സ് ഇതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇത് ഈ ബോട്ടിൽ സ്റ്റിക്കായിട്ടിരിക്കും ഉണങ്ങിക്കഴിയുമ്പോൾ. ഇനി ഞാൻ ഇത് ഉണക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഒരു 2-3 മണിക്കൂറിൽ ഇത് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ വെക്കേണ്ടി വരും. എന്തായാലും നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രമേ അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാനൊരു ചിരടി ഇതിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ചുറ്റി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ടെക്സ്ചറിൽ നമുക്ക് ഈ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം. ഇനി ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയ 2-3 റൗണ്ടുകൾ കട്ട് ചെയ്തെടുക്കണം. ചെറിയ കട്ടിയുള്ള പേപ്പർ ഒരു 3 പീസ് എടുത്ത് കട്ട് ചെയ്യുക റൗണ്ടിൽ. ഇനി ഞാനിതിൽ മത്തൻ്റെ കുരു വെച്ചിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ കുരുകൾ ഇതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു 3 പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഹോള് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ മുത്തൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. എന്തെങ്കിലും ഒന്ന് സെൻറ്ററിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഈ ഫ്ലവറിന് നല്ല റെഡ് കളർ ആദ്യം ഒന്ന് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കയ്യിലുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക. ഈ ഒരു മെറ്റാലിക് ഷെയ്ഡും കൂടെ ഇതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുക. അല്ലെങ്കിലും ഈ പേപ്പർ ജസ്റ്റ് കളർ ചെയ്തെടുത്തപ്പോൾ തന്നെ ഈ കുപ്പി കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു തണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നമ്മൾ നെക്കിൽ ചുറ്റി കൊടുത്ത ആ ഒരു ത്രെഡില്ലേ, അതിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തതാണ്. അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള നൂലുണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഗ്രീൻ കളറൊന്ന് തണ്ട് പോലെ വരച്ചു കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഗ്ലൂ ഗൺ വെച്ചൊന്ന് ഒട്ടിക്കാം. പിന്നെ ആ ഒരു ഫ്ലവേഴ്സും ഒട്ടിക്കാം. പിന്നെ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഉണങ്ങിയിട്ടുള്ള ഇല പെയിൻറ്റ് ചെയ്തതാണ്.
അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ സ്റ്റിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അത് മാത്രം ഒന്ന് അടിച്ചു കൊടുത്താലും ഈ കുപ്പി കാണാനായിട്ട് നന്നായിരിക്കും. നല്ലൊരു ടെക്സ്ചറാണ് ഇങ്ങനെ നനച്ചിട്ട് പേപ്പർ വെച്ച് ചെയ്യുമ്പോൾ. പിന്നെ ഞാനിതിൽ ഒട്ടിച്ച ലീഫ് സപ്പോട്ടയുടെയാണ്. കുറച്ച് കട്ടിയുള്ള ഉണങ്ങിയ ഇല നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് വാർണിഷൊക്കെ അടിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഒന്നും ആവാണ്ടിരിക്കും. അല്ലെങ്കിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്താൽ അങ്ങനെ ഒന്നും ആവുമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഡിഫറൻറ്റ് ലുക്കായിരിക്കും ഈ ഒരു കുപ്പി കാണാനായിട്ട്. ഞാനിപ്പോൾ ഈ ഫ്ലവറിന് അടിച്ചിട്ടുള്ള പെയിൻറ്റൊക്കെ ഉണങ്ങുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വേഗം കാണിക്കുകയാണ്. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് വാർണിഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല പെർഫെക്ഷനിലിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിലും എല്ലാ വീഡിയോസിലും ഇപ്പോൾ ഒരുപാട് പേര് ഹായ് പറയാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു 9th പഠിക്കുന്ന മോളാണ് എന്നോട് ഹായ് പറയാൻ പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഒരുപാട് പേര് ഹായ് പറയാനായിട്ട് പറഞ്ഞ് കമൻ്റ് ഇടുകയാണ്. അതിൽ ചിലതൊക്കെ കുട്ടികളാണ്. അപ്പോൾ അവർക്കൊക്കെ പറയാതെ ആവുമ്പോൾ അതൊരു സങ്കടമാവും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, 100 കണക്കിന് ആൾക്കാർക്ക് ഹായ് പറയാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറ്റില്ലല്ലോ. വീഡിയോ ഒരുപാട് ലെങ്തി ആവും. പിന്നെ കാണുന്ന എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഞാൻ ഇനി ആർക്കും ഹായ് പറയണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇതിൽ ഞാൻ കുറച്ച് പേരെ എടുത്തിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഒന്നും ഇതിലും പറയാനായിട്ട് പറ്റുന്നില്ല. കുറച്ച് മാത്രം കേട്ടോ. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അമൃതയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള അനശ്വര, ഉത്തര, ആത്മജ എല്ലാവർക്കും ഒരു ഹായ്. അതുപോലെ ഷെമി, ഷെറീൻ, ജയന്തി, അതുപോലെ സഫീറ, സന, ശ്രീജി കുമാർ എല്ലാവർക്കും ഒരു ഹായ്. സഫാന, റാസ, ഷിഫാന, അമൃത എല്ലാവർക്കും ഒരു ഹായ്. പിന്നെ സഫ, ഷെഫീഖ്, ജിഷ ബാബു എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇത്രയും പേരൊന്നുമല്ല ഉള്ളത്, ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് ഹായ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ വിജയം. നമ്മുടെ ക്രാഫ്റ്റൊക്കെ ചെയ്ത് നോക്കുന്ന കുറേ കുട്ടികളും ഉണ്ട്. ഇപ്പോൾ 5ൽ 6ൽ 7ൽ 9ലൊക്കെ പഠിക്കുന്ന ക്രാഫ്റ്റ് ഇഷ്ടമുള്ള കുഞ്ഞു മക്കൾക്കൊക്കെ ഒരു ബിഗ് ഹായിട്ടോ സ്പെഷ്യലായിട്ട്. അപ്പോൾ എല്ലാവരും ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും ടൈം കിട്ടുമ്പോൾ എല്ലാവരും കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്